ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് നബിയെ? നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഇഹലോക ജീവിതം പരലോകത്തേക്കുള്ള വിഭവ സമാഹരണ കേന്ദ്രമാണ്. ഈ ജീവിതം നശ്വരമാണ്, ചെറുതാണ്. മരണാനന്തരം ഒരു വലിയ ജീവിതം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്, സൗഖ്യമുള്ള ഒരു ലോകം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കട്ടം സഹിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത്, നോമ്പ് നോൽക്കുന്നത്, ദാഹം സഹിക്കുന്നത്, വിശപ്പ് സഹിക്കുന്നത്. പ്രതീക്ഷ നമുക്ക് പരലോകത്താണ്. ആ പരലോകത്തേക്ക് വേണ്ടി ദുന്യാവിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ദുന്യാവിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കാൻ പറഞ്ഞു. ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മാനസികമായ ഉത്കർഷമാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പുണ്യ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാരണം എന്താണ്? നബി തങ്ങൾ അതിന് വളരെ ലളിതമായ മറുപടിയാണ് പറഞ്ഞത്, ആർക്കും ബോധ്യപ്പെടുന്ന മറുപടി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ മറുപടി തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. തഖ്വല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഹൃദയം. തഖ്വ വളരെ പ്രധാനമാണ്. എല്ലാ പ്രഭാഷണങ്ങളിലും പരിശുദ്ധ പ്രവാചകർ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമായിരുന്നു. വെള്ളിയാഴ്ച പുരുഷന്മാർ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമമാണ്, ഖതീബ് ഖുതുബ ഓതുമ്പോൾ അതിന്റെ ഷറത്തിൽപ്പെട്ടതാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ച് പറയുന്നു, അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നിരോധനങ്ങൾ ലംഘിക്കാതെയും കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുമ്പോഴാണ് തഖ്വയുള്ളവരാകുന്നത്. തഖ്വല്ലാഹ്, അതിനാണ് നോമ്പ്. നോമ്പിന്റെ ഉദ്ദേശം പറഞ്ഞ സമയത്ത് തന്നെ ഖുർആൻ പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് തന്നെ നോക്കൂ നിങ്ങൾ. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും നീ അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. നമ്മൾ നിസ്കരിക്കണം, പടച്ചറപ്പിനെ അനുസരിക്കണം, കുടുംബത്തോട് അതിന് കൽപ്പിക്കണം. ലാ നസ്അലുക റിസ്ഖൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു വിഭവവും പടച്ചറപ്പ് നമ്മളോട് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്. അള്ളാഹു വിഭവം ഇങ്ങോട്ട് തരികയാണ്, ഒരു വിഭവം അങ്ങോട്ട് കൊടുക്കാൻ പടച്ചറപ്പ് പറയുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പറയുന്നില്ല. വൽ ആഖിബത്തു ലിത്തഖ്വാ, അന്തിമ വിജയം തഖ്വയുള്ളവർക്ക് മാത്രമാണ്. ശുഭകരമായ അന്ത്യം തഖ്വയുള്ളവർക്കാണ്. അന്ത്യം എല്ലാവർക്കും ഉണ്ടാകും, അവസാനിക്കും. പക്ഷെ ശുഭകരമായ ഒരു അന്ത്യമുണ്ട്. നമുക്കൊക്കെ ഒരു അന്ത്യം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ശുഭകരമായ അന്ത്യമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. ശുഭകരമായ അന്ത്യമാർക്ക, നല്ല അന്ത്യമാർക്കാ ഉണ്ടാവുക. അഴക്കിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ ആർക്കാണ്ടാവുക? അത് അള്ളാഹുവിൽ തഖ്വ ചെയ്തവർക്കേ ഉണ്ടാവും. പടച്ച റബ്ബ് നമ്മളോടൊരു വിഭവം ചോദിക്കുന്നില്ല, ഇബാദത്ത് ചോദിക്കുന്നുണ്ട്, അനുസരണ ചോദിക്കുന്നുണ്ട്, തഖ്വ ചോദിക്കുന്നത് വേറൊന്നും ചോദിക്കുന്നില്ല. അവൻ നബിതങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വർഗപ്രവേശം ലഭ്യമാക്കി കൊടുക്കുന്ന കാര്യം ഒന്ന് തഖ്വയാണ്. രണ്ടാമത്തേത്, ഒരു മനുഷ്യന് സ്വർഗപ്രവേശം ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവന് ഫലിക്കുന്ന കാര്യം ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവമാണ്. പവിത്രമായ സ്വഭാവമുണ്ടോ സ്വർഗാവകാശിയാണ്. സ്വഭാവം നന്നാവുക എന്നത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് കൂട്ടരെ. എല്ലാവരുടെ സ്വഭാവം നന്നായിക്കോണമെന്നില്ല. സ്വഭാവം നന്നാവുക, നല്ല സ്വഭാവം ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പൊ സ്വഭാവം നന്നാവലും തഖ്വയുമാണ് നാളെ പരലോകത്തൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന കാര്യം. ഇത് രണ്ടും നേടിയെടുക്കാനാണ് നമ്മൾ ആദ്യമായി പരിശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് സ്വഭാവം നന്നാവണമെങ്കിൽ മറ്റുള്ളവന്റെ വിഷമങ്ങൾ അറിയണം, മനസ്സിൽ തഖ്വയും വേണം. തഖ്വ ഇല്ലാത്തവന്റെ സ്വഭാവം നന്നാവൂല. ചില ആളുകൾ ധാരാളമായി നിസ്കരിക്കും, നല്ലവണ്ണം നോമ്പ് നോൽക്കും, ഒക്കെ ചെയ്യും, പക്ഷെ ഒരു ഉപകാരവും മറ്റൊരു മനുഷ്യന് ചെയ്യൂല. ഇത്തരം പൊതുപ്രവർത്തനങ്ങൾക്കൊന്നും ആരും ഉണ്ടാവൂല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സലാം അടക്കമുള്ള ആളുകൾ ഇവിടെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുമിച്ച് കൂട്ടി ആളുകൾക്ക് ഖുർആൻ സ്റ്റഡി സെന്റർ വഴി ബോധനം നൽകുന്നു. അതുപോലെ തന്നെ അവരിനി തഖ്ദീസ് ക്യാമ്പ് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭൗതിക ബോധം നൽകുന്നു. എന്തിനാണ് അതൊക്കെ നൽകുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ കാര്യം? അവനവന്റെ കാര്യം മാത്രം നോക്കി നിന്നാ പോരാ. തഖ്വയുള്ളൊരു മനുഷ്യന്റെ കൽബിൽ നിന്ന് ആദ്യം ഉദിക്കേണ്ടത് ദീനാണ്.
എന്താണ് ദീൻ എന്നുള്ള ചോദ്യത്തിന് മറുപടി ദീൻ നിസ്കാരമാണ്, ദീൻ നോമ്പാണെന്നൊന്നും അല്ല. ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്, നോമ്പാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് ബേസിക് ക്വാളിഫിക്കേഷനാണ്. നിസ്കരിച്ചെങ്കിലേ മുസ്ലിം ആകൂ, നോമ്പ് നോറ്റെങ്കിലേ ഇസ്ലാമിന്റെ ഷിആറവനുണ്ടാകൂ. 5 കാര്യം ഇസ്ലാം കാര്യമല്ലേ? അപ്പൊ ദീൻ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ. മതം എന്നാൽ ഗുണകാംക്ഷയാണ്, എല്ലാവർക്കും നന്മ വരട്ടെ. അതിനാണ് എല്ലാവരും വിളിച്ച് ക്ലാസ് എടുക്കുന്നത്. അതിനാണ് ഈ അവധി ദിവസം നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവർക്ക് വീട്ടിലിരുന്നാ പോരെ, ഇവർക്ക് ഇവരെ കാര്യം നോക്കിയാൽ പോരെ. ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഓതി ഇവർക്ക് പള്ളിയിലിരുന്നൂടെ? എന്തിനാ നിങ്ങളെ വിളിച്ചു കൂട്ടി വെറുതെ ഇടങ്ങേറുണ്ടാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി ഇവരെ സംഘടിപ്പിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ട്? ആളുകളെ വിളിക്കണം, അവരെ ഇവിടെ കൊണ്ടുവരണം, അതിനുവേണ്ട ചെലവുകൾ വഹിക്കണം, നിങ്ങളെ വിളിച്ചു കൂട്ടണം, ഇതിന്റെ നോട്ടീസ് അടിക്കണം, പ്രചരിപ്പിക്കണം, വീണ്ടും മെസ്സേജ് അയക്കണം. ഇതൊക്കെ തന്നെയല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ജനങ്ങൾ നല്ല രീതിയിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം എന്ന ഒരു മനസ്സിന്റെ താല്പര്യമാണ്. അതാണ് ദീന്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതാണ്. അതുകൊണ്ടാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, കുടുംബത്തെ നിസ്കരിപ്പിക്കാൻ കൽപ്പിക്കണം എന്നുള്ളത്. നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ, നമ്മുടെ മൂക്കിന്റെ മുമ്പിലുള്ള ആളുകൾ ദീനിയായി ജീവിക്കണമെന്ന ഒരു ചിന്ത എല്ലാവർക്കും വേണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേവലം ഇബാദത്തല്ല. കേവലം ഇബാദത്ത് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് ശരിക്ക് ചിന്ത അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഒരൊറ്റ സംഭവം പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബും സഹചാരികളും ഒരു യാത്ര പോകുന്നു. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ. ഹദീസിന്റെ വാചകം തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കൂടെ യാത്രയിൽ പോവുകയായിരുന്നു. സഹാബത്തും അള്ളാഹുവിന്റെ തിരുദൂതരും കാണിച്ചതാണല്ലോ നമ്മുടെ മാർഗം, പഠിക്കണേ നിങ്ങൾ. ഞങ്ങൾ അള്ളാഹുവിന്റെ പുണ്യ തിരുദൂതരുടെ കൂടെ ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്. ഫമിന്ന സ്വായിമൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റ ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരുണ്ടായിരുന്നു, അഥവാ നല്ല നോമ്പുകാരായ ആളുകൾ. വൽ മുഫ്തിറൂൻ, നോമ്പില്ലാത്തവരുമുണ്ടായിരുന്നു. നോമ്പില്ലാത്തവരുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബോധ്യം വരുന്നൊരു കാര്യമുണ്ട്. അത് സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പല്ല. ഫർദ് നോമ്പാണെങ്കിൽ എല്ലാവരും നോക്കും, അവിടെ എല്ലാവരും നോറ്റിട്ടില്ല. സുന്നത്ത് നോമ്പ് നോറ്റ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ രംഗം മനസ്സിലാക്കണം. പരിശുദ്ധ പ്രവാചകരും പുണ്യ സ്വഹാബത്തിൽപ്പെട്ട ഒരു ടീമും ഒരു യാത്ര പോകുമ്പോൾ കുറച്ച് നോമ്പുകാരുണ്ട്, കുറച്ച് നോമ്പുകാരല്ലാത്തവരുമുണ്ട്. അങ്ങനെ 2 കൂട്ടരും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഏത് യാത്രയാകുമ്പോഴും ഒരു ബ്രേക്ക് വരും. നമ്മുടെ യാത്രയിൽ ഒരു ബ്രേക്ക് എടുക്കും, അഥവാ അല്പസമയം ഒന്ന് വിശ്രമിക്കും. ഫനസൽനാ മൻസിലൻ, ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. നബി തങ്ങളും ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. ശരിക്കും ശ്രദ്ധിക്കണേ ഈ പറയുന്ന കാര്യം ഓരോരുത്തരും. അവിടെ തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, ഫി യൗമിൻ ഹാരി, നല്ല ചൂടുള്ള ദിവസമാണ്, നല്ല ഉഷ്ണകാലത്ത് മണൽഭൂമിയിലൂടെയുള്ള യാത്രയാണ്. മരുഭൂ യാത്രയിൽ ഈ ചൂടും കൂടി ഉണ്ടായാൽ എന്തായിരിക്കും അതിന്റെ ഗൗരവം എന്ന് നിങ്ങൾക്കറിയാം. ആ ഗൗരവതരമായ യാത്രയിൽ ഫനസൽനാ മൻസിലൻ, ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. ആ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ക്യാമ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഞങ്ങളെ കൂട്ടത്തിൽ നോമ്പുകാരുമുണ്ട്, നോമ്പുകാരല്ലാത്തവരുമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഫസഖത സ്വായിമൂൻ, നോമ്പ് നോറ്റ ആളുകൾ എല്ലാവരും സക്കത്ത എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും സക്കത്താന്റെ വീണൂന്നാ. എന്ന് പറഞ്ഞാൽ അവർ സൈഡായി എന്ന് പറഞ്ഞാൽ അവര് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മരത്തിന്റെ ചുവട്ടിലും മറ്റൊക്കെ ആയിട്ട് അവർ സൈഡായി. ഫഖാമൽ മുഫ്തിറൂൻ, ആ സമയത്ത് നോമ്പില്ലാത്ത ആളുകൾ എഴുന്നേറ്റു. നോമ്പില്ലാത്ത ആളുകൾ എഴുന്നേറ്റുകൊണ്ട് അവരെന്ത് ചെയ്തു? ഫദറബുൽ അബ്നിയ, അവർ ശരിക്കും ടെന്റുകളൊക്കെ കെട്ടാൻ തുടങ്ങി. ഈ യാത്രാ സംഘത്തിന് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി അവർ നബിത്തങ്ങൾ കടക്കം വിശ്രമിക്കാൻ വേണ്ടി ടെന്റ് കെട്ടുന്ന പണിയിലേർപ്പെട്ടു. അവര് ശരിക്കും ഈ യാത്രാ സംഘത്തിലെ വാഹനങ്ങളാകുന്ന ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനും അവയെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് സംരക്ഷിക്കുവാനും നീങ്ങി. ചുരുക്കി പറഞ്ഞാൽ നോമ്പ് നോക്കാത്ത ആളുകൾ സേവന നിരതരായി എന്നതിനർത്ഥം. നോമ്പുകാരൊക്കെ സൈഡായി, നോമ്പ് നോക്കാത്ത ആൾക്കാരൊക്കെ സേവന നിരതരായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗമൊക്കെ ഇങ്ങനെ കണ്ടു. എല്ലാം കഴിഞ്ഞ് അന്ന് നോമ്പുകാർക്ക് നോമ്പ് തുറക്കണം, അതിനുള്ള വിഭവങ്ങളൊക്കെ ഈ നോമ്പില്ലാത്ത ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നോമ്പില്ലാത്ത ആളുകൾ ശരിക്കും സേവന നിരതരായി, നോമ്പുകാർ സുന്നത്ത് നോമ്പ് തൊട്ട് സൈഡായി. 2 കൂട്ടരും കേൾക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം ഹദീസിലുണ്ട്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ദഹബൽ അജ്റുൽ യൗമ അൽ മുഫ്തിറൂൻ. ഇന്നത്തെ കൂലി മുഴുവൻ കിട്ടിയത് ഈ നോമ്പ് നോൽക്കാത്തവർക്കാണ്. ഇന്ന് നോമ്പ് നോൽക്കാത്തവർക്കാണ് കൂലി കൂടുതൽ, മറ്റൊരു കൂലി ഇല്ല എന്നല്ല. നോമ്പ് നോറ്റവരെക്കാൾ കൂലി നോമ്പ് നോക്കാത്തവർക്കാണ്. എന്തേ കാരണം? ഈ നോമ്പ് നോൽക്കാത്തവർ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്തു. അതിൻ്റെ നസീഹത്താണ്. നോമ്പ് നോറ്റവർ അവനാൻ്റെ കാര്യം നോക്കി അതിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കണുള്ളൂ. നോമ്പിന് കൂലി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ടെന്റ് കെട്ടുവാനും വാഹനങ്ങൾക്ക് അന്നം നൽകുവാനും പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുവാനും ഒക്കെ ഓടി നടന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് കൂലി കൂടുതൽ എന്ന് ഈ ഹദീസിൽ ശരിക്ക് പറഞ്ഞു. ഇന്നത്തെ കൂലി മുഴുവൻ കൊണ്ടുപോയത് നോമ്പ് നോൽക്കാത്തവരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സമൂഹത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മുടെ നിർബന്ധ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം, നിസ്കാരം നോമ്പൊന്നും ഒഴിവാക്കിയിട്ട് പറ്റൂല. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ദീനിയായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ നമ്മൾ ഈ സമുദായത്തിന് വേണ്ടി വല്ലതും ചെയ്താൽ, ഈ ഉമ്മത്തിന് വേണ്ടി വല്ലതും ചെയ്താൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ദീൻ.